അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റക്കാണോ? പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം തിരയുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നിഗൂഢ വസ്തുക്കൾ നമ്മൾ ഏലിയൻസ് എന്ന് വിളിച്ചു. എന്നാൽ ലോകാവസാനത്തിന് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്ന ഭീകരമായ ഒരു ജനതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ മനുഷ്യരാണ്, അതോ നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുന്ന ആ നിഗൂഢ ജീവികളാണ്? ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ് യഹ്ജൂജ് മഅ്ജൂജ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുൽഖർനൈൻ രാജാവ് നിർമ്മിച്ച ശക്തമായ ഒരു മതിൽക്കെട്ടിന്റെ പിന്നിൽ അവർ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ദുൽഖർനൈൻ ചക്രവർത്തി? വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നവർക്ക് ഈ പേര് സുപരിചിതമായിരിക്കും. മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ യജൂജ് മഅ്ജൂജ് എന്ന വലിയ വിപത്തിനെ ദുൽഖർനൈൻ ചക്രവർത്തി അതിസാങ്കേതികമായി നിർമ്മിച്ച ഒരു മതിൽക്കെട്ട് കൊണ്ട് തളച്ചിട്ടതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെടുന്ന അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ ചക്രവർത്തി. 2 കൊമ്പുള്ളവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അള്ളാഹു അദ്ദേഹത്തിന് ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കാനുള്ള അധികാരവും വിജ്ഞാനവും നൽകി. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ 2 ദിക്കുകൾ കീഴടക്കിയവൻ എന്നും ആ പേരിന് അർത്ഥമുണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ലോകത്തിന്റെ അതിരുകളിലേക്ക് യാത്ര തിരിച്ചു. നീതിമാന്മാരെ സഹായിച്ചും അക്രമികളെ ശിക്ഷിച്ചും അദ്ദേഹം തന്റെ സാമ്രാജ്യം വിപുലമാക്കി. തന്റെ യാത്രക്കിടയിൽ 2 വലിയ പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു ജനതയുടെ അടുത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അതിക്രൂരന്മാരായ യഹ്ജൂജ് മഅ്ജൂജ് ഗോത്രങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയവരായിരുന്നു അവർ. ചക്രവർത്തിയോട് അവർ സഹായം ചോദിച്ചു. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അവർ തന്നെ ഉത്തരം കൊടുത്തു. ആ 2 മലനിരകളുടെ ഇടയിൽ നിന്നുമാണ് യഹ്ജൂജ് മഅ്ജൂജ് ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ മലനിരകളുടെ ഇടയിൽ ഒരു മതിൽ പണിച്ചു തരണമെന്ന് ആ ജനത ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. അവിടെയാണ് ചരിത്രത്തിലെ ആ അത്ഭുതകരമായ നിർമ്മാണം നടന്നത്.